ഹലോ നമസ്കാരം, എല്ലാവർക്കും liyaeasysnackന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ്റെ വർക്കാണ്. ഇത് ക്രൗൺ പ്ലാസയിൽ വെച്ച് നടന്ന ഒരു നിക്കാഹിൻ്റെ ഡെക്കറേഷൻ വർക്ക് ഞാൻ ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം, അതായത് വെള്ളിയാഴ്ച ആയിരുന്നു വെഡ്ഡിങ് ഉണ്ടായത്. വ്യാഴാഴ്ച ഈവനിങ് ഞങ്ങൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഡേയും നൈറ്റും ഫുള്ള് നമ്മൾ ഈ നിക്കാഹിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളായിരുന്നു. കാരണം ഖത്തറിൽ നമുക്ക് ഇങ്ങനത്തെ ഇലകളും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അതേപോലെ തന്നെ കിട്ടിയാൽ തന്നെ വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ഞങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്കും ഞങ്ങളുടെ ഒരു ചിന്തക്കനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ മറ്റുള്ള ഡെക്കറേഷൻ ടീംസ് അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് എനിക്കറിയാവുന്ന പോലെ, അജയന് അറിയാവുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയെടുത്ത കുറച്ച് സാധനങ്ങളാണ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അജയറിന് ആ സൈഡിൽ ഇരുന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ ഇലയൊക്കെ ഒന്ന് കമ്പിയിൽ കോർക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് സിംഗിളായിട്ടുള്ളതൊക്കെ നമുക്ക് കുറച്ച് ബഞ്ച് പോലെ ആക്കുകയാണെങ്കിൽ കുറച്ച് തിക്നെസ്സോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് കുറച്ച് നമ്മളൊരു വർക്കിന് പോകുന്നതിന് മുമ്പ് എന്തായാലും കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും നമുക്ക് ഓഫ് കോഴ്സ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വ്യാഴാഴ്ച ഈവനിങ് ചെയ്തിട്ട്. അപ്പോൾ കർട്ടൻ തയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റ്. കർട്ടനൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് 7 മണിയായപ്പോക്കും ഡെക്കറേഷൻ്റെ വർക്കിന് വേണ്ടിയിട്ട് പോയി. കർട്ടൻ തയ്ച്ചത് രാവിലെ 6 മണി 5:45 സമയത്താണ് കർട്ടൻ തയ്ക്കുന്നത്. വൈറ്റ് കർട്ടൻ ഇതൊരു നിക്കാഹിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് കുറച്ച് പുതിയ വൈറ്റ് കർട്ടൻ മേടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ട് എനിക്ക് ഒരു ഉപകാരം ഉണ്ടായത് ഇങ്ങനത്തെ സമയത്തൊക്കെ ഉണ്ട്. കുറേ തയ്ക്കാനൊക്കെ ഉള്ള സമയത്ത് ഞാൻ തന്നെ തയ്ക്കും, നമുക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു മെഷീനൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെയാണ് കർട്ടനൊക്കെ തയ്ച്ചും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തത്. അപ്പം ഞാനും അജയനും അന്നത്തെ ദിവസം ഫുൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഉറങ്ങാതെയാണ് വർക്കിന് പോയത് കേട്ടോ. എന്നാലും ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ആ വർക്കായിട്ട് മുമ്പോട്ട് പോകാമെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും, ഖത്തറിലുള്ള ആർക്കെങ്കിലും ഡെക്കറേഷൻസ് വർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ്, സാധാരണക്കാർക്ക് വരെ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അജയന് ഇവിടെ വന്നിട്ട് നമുക്ക് അവരുടെ പേര് ഒരു റിങ് പോലത്തെ ഇതിൻ്റെ ഉള്ളിലാണ് എഴുതി വേണ്ടിയിരുന്നത്, നിക്കാഹിൻ്റെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിങ് പോലത്തെ സാധനത്തിൽ കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ട് റെഡിയാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. പക്ഷേ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. നമുക്ക് അത്രയും പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഇല്ല. നമ്മൾ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേയൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ തന്നെ ചെയ്തെടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞാൻ നമ്മുടെ കർട്ടൻ തയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 5:45 6 മണിയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് കർട്ടൻ തയ്ക്കുന്നത്. അപ്പോൾ അന്തോണിക്കുട്ടി ഉറങ്ങാണ്. ആള് കറക്റ്റ് സമയത്ത് തന്നെ കിടത്തി ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ അജയനും കൂടിയാണ് വർക്കുന്നത്. കാരണം ഇതിൻ്റെ പർച്ചേസ് തലേ ദിവസം നൈറ്റ് 11 o'clock വരെയും ഇതിൻ്റെ പർച്ചേസ് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ടൈമും കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് മോനെ ഉറക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് ലേറ്റ് നൈറ്റ് ഒരു 1 o'clock 1.5 ആയപ്പോഴാണ് ഞാൻ അജയനും ഇതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇരുന്നത്. പിന്നെ നമുക്ക് ഉറങ്ങാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ അതാണ് അത്രയും ലേറ്റ് ആയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തലേ ദിവസത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ക്രൗൺ പ്ലാസയിലെത്തിയതിന് ശേഷം ഉള്ള വർക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ കുത്താനുള്ള സാധനങ്ങളൊക്കെ അജയൻ പിടിപ്പിക്കുകയാണ്. അജയൻ്റെ ഒപ്പം ഉള്ളത് ആൽബിനാണ്. ആൽബിൻ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അതേപോലെ തന്നെ അജയൻ്റെ കസിനാണ്. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനൊക്കെ വരുന്ന ഒരാളാണ് കേട്ടോ ആൽബിൻ. അപ്പോൾ ആൽബിനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഈ വർക്കിന് പോയത്. കാരണം ഇത് അത്യാവശ്യം കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂട്ടിയെ കൂടത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ സഹായത്തിന് വേണ്ടി ആൽബിനെ എടുത്തേച്ചത്. ആൽബിന് അന്ന് ഓഫായിരുന്നു, ജോലിയിൽ വെള്ളിയാഴ്ച ചെയ്തുകൊണ്ട് ഓഫായിരുന്നു. അപ്പോൾ ആൽബിനും ഞങ്ങളൊപ്പം വന്നു. ആൽബിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾക്ക് എന്താ സഹായം വേണ്ടതെന്ന് വന്ന സമയത്ത് കേട്ടറിഞ്ഞും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യണതിൻ്റെ ഒപ്പത്തിനൊപ്പം ആൾക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ല, ആൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. എന്നാലും ഞങ്ങൾ ചെയ്യണ കണ്ടിട്ട് എനിക്ക് നല്ലൊരു സഹായമായിരുന്നു ആൽബിനെ കൊണ്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാനും എല്ലാത്തിനും. ആൽബിൻ ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് അന്നത്തെ ദിവസം ആൽബിനെ ഞാൻ ഈ സമയത്ത് പ്രത്യേകം നന്ദിയോട് കൂടി ഓർക്കാണ്. ഇപ്പം ആൾ ലീവിന് പോയേക്കാണ് നാട്ടിലിരുന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആൽബിൻ ആളുടെ വർക്കിൽ ആൾക്കറിയാവുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കും, പറഞ്ഞു കൊടുക്കും. ആളുടെ മാക്സിമം ആൾ ഈ വർക്കിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും. നമുക്കപ്പോൾ ഇത് കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ വെക്കണം, അതിന് വേണ്ടിയിട്ടുള്ള വർക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഹോളെന്ന് പറയുന്നത്. ഹോളിൽ ഓൾറെഡി ടേബിളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ചെറിയ ട്രീ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇല വെച്ചിട്ട് ഒരു കവർ പോലെ കൊടുത്തതിനെ കുറച്ചും കൂടി വലിപ്പം വെപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇലകൾ കുത്തിയിട്ട് ഞാൻ അതിനൊന്ന് വലിപ്പം വെപ്പിച്ച് കൊണ്ടുവരാൻ കേട്ടോ. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കുത്തിയിട്ടാണ് നമ്മുടെ ഇത് തീർക്കാൻ പറ്റുള്ളൂ. നമുക്കിത് നേരത്തെ വീട്ടിൽ നിന്ന് ചെയ്തു വന്നിട്ട് ഫിക്സ് ചെയ്യുന്ന പരിപാടി ചെയ്യാം, പക്ഷേ ഞങ്ങളുടെ അടുത്ത് അത് കൊണ്ടുവരാനുള്ള വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കൊണ്ടുവരണമെങ്കിൽ വലിയ വണ്ടികളൊക്കെ വേണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ സാധാരണ ഒരു കാറിലാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അവിടെ ചെന്നിട്ടാണ് ചെയ്യാറുള്ളൂ. പിന്നെ ചെന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു നല്ല ഫിനിഷിങ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ചിലതൊക്കെ തട്ടി മുട്ടിയൊക്കെ ചീത്തായിന്ന് വരും. പക്ഷെ അവിടെ ചെന്ന് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ വെക്കണമെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ടുള്ള ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലകളൊക്കെ ഒരുമാതിരി വെച്ച് ഫില്ലായെന്ന് തോന്നിയതിന് ശേഷം പിന്നെ പൂക്കൾ കൊടുക്കുകയാണ്. പൂക്കൾ അവർക്ക് തന്നുവെച്ച കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മെറൂൺ, വൈറ്റ്, പിങ്ക്, ഈ 3 കളേഴ്സിലുള്ള ഫ്ലവേഴ്സായിരുന്നു അവർ റെക്കമെൻഡ് ചെയ്ത് വെച്ചത്. ബ്രൈഡ് വന്നിട്ട് ഒരു പീച്ച് കളറിലെ ലെഹങ്കയായിരുന്നു. അപ്പോൾ അതിനോട് അക്കമ്പനി ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ കോമ്പിനേഷനാണ് അവർ സെലക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഡെക്കറേഷൻ്റെ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഫ്ലവറിന് ഇതിന് പ്രത്യേകിച്ച് ഒരു എണ്ണമൊന്നുമില്ല, നമ്മളുടെ ഇതിനൊരു ഭംഗി വരുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് നിൽക്കുന്ന രീതിയിൽ കുത്തി കൊടുക്കാം. അപ്പോൾ ആൽബിൻ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഓരോന്ന് എടുത്തു തരാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഞാൻ അജയനും കൂടി അതൊക്കെ കുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അജയനും കൂടിയും നമ്മുടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അവരുടെ പേരൊക്കെ എഴുതിയിട്ടുള്ള, അത് വെക്കാനായിട്ടുള്ള സ്റ്റാൻഡാണത്. പക്ഷേ അത് സൂട്ടാവുന്നുണ്ടായിരുന്നില്ല, കുറച്ച് ബോർഡിന് ഇച്ചിരി വലിപ്പം കൂടുതലായതുകൊണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാണ്ട് അങ്ങനെ വെച്ചതിന് ശേഷം ആ ബോർഡിലോട്ട് ചെറിയൊരു രീതിയിലുള്ള ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മുടെ ഈ സ്റ്റേജിൻ്റെ തീമായിട്ട് ഒത്തു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡെക്കറേഷൻ വർക്ക് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരുന്ന ആ റിങ്ങിൻ്റെ അകത്ത് അവരുടെ പേര് എഴുതിയതുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തെടുത്ത് അത് നമ്മൾ അതിൽ ഫിക്സ് ചെയ്തു. ഇതൊക്കെ ലാസ്റ്റ് ടൈം വർക്കാണ് കേട്ടോ ഈ ചെയ്യണത്. നമ്മുടെ വർക്ക് ഏകദേശം കഴിയാറ്. ഈ സ്റ്റേജ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ 3.5 മണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇവിടെ ഖത്തറിൽ ക്രൗൺ പ്ലാസിൽ വെച്ചിട്ടാണ് ഈ ഇവൻറ്റ് നടന്നത്. ക്രൗൺ പ്ലാസിലെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സർവീസായിരുന്നു. കാരണം സാധാരണ ഞങ്ങൾ ഹോട്ടലിൽ പോകുമ്പോൾ അവരുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോക്കാനൊക്കെ വരും. ഇത് അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും ക്രൗൺ പ്ലാസിലെ സ്റ്റാഫിൻ്റെ അടുത്തൊന്നും അല്ലെങ്കിൽ അവരുടെ ടീമിൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഫുൾ ഫ്രീഡം ആയിരുന്നു. ഹാളിൽ അവരുടെ ജോലി നേരത്തെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ടേബിൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇനഫായിട്ടുള്ള സ്പേസും ഞങ്ങളുടെ ഇഷ്ടത്തിനെല്ലാം ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മുടെ താഴെ വെക്കാനുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചു. ലൈറ്റ് ഉണ്ടായിരുന്നു, ആ ലൈറ്റ് സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്റ്റേജിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടോ. ഇതാണ് നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്ന ബോർഡ് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്തു. ഞങ്ങൾ ടേബിളിലോട്ട് ചെറിയൊരു ക്യാൻഡിൽ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഈവനിങ് നൈറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമ്മളൊരു ക്യാൻഡിൽ സ്റ്റാൻഡ് ടേബിളിലോട്ട് കൊടുത്തത്. നമ്മളുടെ തീമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ആ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ വരുന്ന രീതിയിലുള്ള 2 കിൽക്കൂട് നമ്മൾ ടേബിളിലും സ്റ്റേജിലും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡെക്കറേഷൻസ് വർക്ക്, വെഡ്ഡിംഗ് വർക്ക്, ബർത്ത്ഡേ പാർട്ടി അതിൻ്റെയൊക്കെ ഡെക്കറേഷൻസ് വർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മിറ ഡെക്കോറായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേവരെ സ്റ്റേ ഹെൽത്തി. ബൈ.